ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിത് ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് മുങ്ങത്തക്ക രീതിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഉടച്ചെടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും അതായത് ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉടച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാണ്ട്. ഇതാ തനി കഷ്ണമാണ് ഇറച്ചിൻ്റെ എടുത്തിട്ടുള്ളത്. നമ്മൾ ബോൺലെസ് പീസില്ലേ, അതായത് കൊട്ടില്ലാത്ത പീസ് അതെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും ലേശം ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഉപ്പും ഇതെല്ലാം പിടിക്കാൻ വേണ്ടിച്ച് അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പാന് വെച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് എന്താ പറയുക ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ചില ആൾക്കാർ ഇത് വേവിച്ചിട്ട് ചെയ്യും, അതായത് ചിക്കൻ വേവിച്ചിട്ട് ചെയ്യും. പക്ഷെ അതിനെക്കാട്ടി ടേസ്റ്റ് ഇതൊന്ന് നമ്മുടെ പൊരിച്ചെടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പം ഇത് പൊരിഞ്ഞ് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതായത് ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടിച്ചിട്ട് ഒരു കോപ്പയിലേക്ക്, അതായത് ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കോപ്പ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ബൗളെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ പൊടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പണിയെടുക്കുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പാത്രങ്ങളും അപ്പം കൈവച്ചാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യൽ. അതുകൊണ്ട് എൻ്റെ പണി ഡിഷ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേതെന്താ പറയുക അടുക്കളയിൽ ഫുള്ള് നീറ്റായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചില ആൾ തിരിച്ചിട്ട് കൊടുക്കാമെന്നെല്ലാം പറയും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ പാനിൽ മാറ്റി വെക്കുക. തണിഞ്ഞതിന് ശേഷം നമ്മളിത് എന്താ പറയുക ഇതിങ്ങനെ ചെക്കിയിടണം, അതായത് അടർത്തിയിടണം ഇങ്ങനെ ഓരോരോ ഇതായിട്ട്. അപ്പോൾ അതേ എണ്ണയെ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതുപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാനുള്ളതൊന്നും കഴിയില്ല, അതുകൊണ്ട് നമ്മൾ വേറെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചുകൊണ്ട് അതിങ്ങനെ അമർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതാണ് ഇതുപോലെ വരണം. പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് പല ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഞാൻ ലോലിപോപ്പ് ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എല്ലാം അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഒരേ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പിലാക്കാം. നമ്മളിങ്ങനെ ലവിൻ്റെ ഒക്കെ അച്ചുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലാക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ ഉരുട്ടുക.
ചിലപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ലേശം നെയ്യ് കയ്യിലായി കൊടുക്കുക. നെയ്യ് മീൻസ് നമ്മുടെ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും കയ്യിലൊന്നാക്കി കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പം പറ്റില്ല അങ്ങനെ. ഇതാ മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു കുരുമുളക് പൊടിയില്ലേ ഇടുമ്പോൾ ഒരു കട്ട കട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബോൾസാക്കി എടുത്തിട്ടില്ലേ അത് നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഓക്കെ, നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് ഒപ്പന ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അതിനാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾ ഇഷ്ടാനുസരണം ഒഴിക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സമൂസൊക്കെ പൊരിക്കുന്നില്ലേ അതുപോലെ കടായിലൊക്കെ പൊരിക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ലെവലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം ഒന്നാമത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് സാവധാനം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് ഈ ഒരു ബോൾസ് മൊത്തം ഈ ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ടാണുള്ളത്. അപ്പം ഇതിൻ്റെ പേരാണ് പൊട്ടാറ്റോ ചിക്കൻ ലോലിപോപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.